എന്താ പറയുന്ന വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വിചാരിച്ചു നാളെ തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അവരുടെ വിളവെടുപ്പ് ഉത്സവമായിട്ടുള്ള പൊങ്കലാണ്. അപ്പൊ പൊങ്കൽ സ്പെഷ്യലായിട്ട് ഒരു പൊങ്കലും അതിന് പാകത്തിലൊരു ഗൊത്സുവുമാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. പൊതുവെ തമിഴ്നാട്ടുകാരുടെ ഡിഷസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ പല ആൾക്കാർക്കും ഇതേപോലെ തന്നെ ശരവണ ഭവനിലും ബാക്കിയുള്ളവിടെയൊക്കെ പോകുമ്പോൾ ഈ പൊങ്കലും ഗൊത്സും ഒക്കെ കഴിച്ച് ശീലം ഉണ്ടാവുമായിരിക്കും. അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് കുറേ പേര് എൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. അതിനൊക്കെ ഒരു വലിയൊരു താങ്ക്സ്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. പൊങ്കലും ഗൊത്സുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണ പറഞ്ഞല്ലോ. അപ്പോൾ പൊങ്കലാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുക. അതേ കപ്പിന് തന്നെ 1 കപ്പ് പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അതിനെ ഒന്ന് കുതിർത്താൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കുക്കറിലാണ് ഇട്ട് വേവിക്കേണ്ടത്. അത് നല്ലവണ്ണം നമ്മൾ അരിയും പരിപ്പും കൂടിയുള്ള മിക്സിനെ കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ പൊതുവെ പൊങ്കൽ ഉണ്ടാക്കുക. പൊങ്കൽ വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ കുക്കറിലുള്ള വേവാണ് നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 7.25 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിറയെ വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കുഴഞ്ഞിരിക്കണം, നന്നായി വെന്തിട്ട് വായിലിടുമ്പോഴേക്കും അലിയണം നമ്മുടെ പൊങ്കൽ. അപ്പോൾ ഇനി ഇതിനെ അടച്ചു വെക്കാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അടച്ചൊരു 3 വിസിലാണ് ഞാൻ വരുത്തിയിരിക്കുന്നത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ അതിൻ്റെ പ്രഷറൊക്കെ പോയി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ ഞാൻ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്തിടുകയാണ് വേണ്ടത്. വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യാണ് പൊങ്കലിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ ആ ഫ്ലേവർ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് നല്ലോണം പൊട്ടിത്തെറിക്കും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കുരുമുളക് ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കുറവാണ് വേണ്ടച്ചാൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ജീരകവും ഇട്ടിട്ടുണ്ട്. ജീരകവും നന്നായി പൊട്ടണം. 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇഞ്ചിയൊക്കെ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് മൂക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂനട്ട് ഇടാം കേട്ടോ. ഇനി കാഷ്യൂനട്ടിനെ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുവിധം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം. ഇനിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കായത്തിൻ്റെ വെള്ളം കേട്ടോ. ഞാൻ കുറച്ച് കായത്തിനെ, ഒരു ചെറിയൊരു പീസ് കായത്തിനെ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു. അതൊരു 3 ടീസ്പൂണോളം ഞാൻ കായം മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി കൂട്ടിയിട്ട് അതൊന്ന് തിളപ്പിക്കാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ പൊങ്കലിലേക്ക് ഇടാട്ടോ. ഈ കായത്തിൻ്റെ മണമൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിപ്പോൾ ലൂസായി തോന്നുമെങ്കിൽ 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കിത് വറുത്തിടാം. ഈ കാഷ്യൂനട്ടും പിന്നെ ജീരകവും ഇഞ്ചിയും ആ കുരുമുളകൊക്കെ കടിക്കുന്നതാണ് പൊങ്കലിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടിരിക്കുക. നെയ്യും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിന് വേണമെങ്കിൽ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂവി കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഇതിൽ വറുത്തിടുന്നത് നെയ്യോട് കൂടി മാത്രം ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ടും ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യേ ഞാൻ മുകളിലാക്കുന്നുള്ളൂ. ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതിനെ അടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഗൊത്സും കൂടി ഉണ്ടാക്കാം. പൊങ്കലിൻ്റെ കൂടി ഗൊത്സും കൂടി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ സാമ്പാർ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ ഗൊത്സും ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് പൗഡറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കടലെണ്ണയാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കടലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കണം. ഈ ഗൊത്സുവിന് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് അധികം എരിവില്ല കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചനാദാലാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ കൊത്തമല്ലിയുടെ ഹോൾ കൊത്തമല്ലി കേട്ടോ. ഇനി അതിനെ ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ചൂടാക്കുന്നതാണ് നല്ലത്. ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഉള്ളി വേവാതെ കരുകി ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഇത് ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ചൊരു 1/4 ടീസ്പൂണിൽ താഴെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും വേണം. ഉലുവ ഒരുപാടാവരുത്, കഴിക്കാൻ തുടങ്ങും ഗൊത്സു. ഇത് ഓഫ് ചെയ്യാറാവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ പൊടിച്ചെടുക്കാം.
ഇനിയാണ് ഗൊത്സുവിന് ബാക്കി ഇൻഗ്രീഡിയൻസ്. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയിലാണ് കേട്ടോ ഗൊത്സു ഉണ്ടാക്കുക. ആ നല്ലെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കരുവേപ്പിൻ്റെ ഇല. ഇനി 1 കപ്പ് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഗൊത്സു നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. സാമ്പാർ പോലെ തന്നെയാണ്, പക്ഷേ സാമ്പാറിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് അല്ല ഇത്. ഞാൻ ഇതിൽ പരിപ്പിടാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പരിപ്പിട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് ഇളക്കാം. തക്കാളി ഫുള്ളായി കുക്കാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കണ്ടോ, തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, അതായത് ഗൊത്സുവിന് ആവശ്യമായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ചെറിയൊരു വഴുതിരിങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ. ഈ വഴുതിരിങ്ങ ഒന്നും കടിക്കാൻ പാടില്ല ഈ ഗൊത്സുവിൽ. ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വേവണം. ഇത് എണ്ണയിൽ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ഒന്ന് ചെറുതായി ഒന്ന് ചൂടാവാൻ വേണ്ടി 2 മിനിറ്റ് നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും ഈ വഴുതിരിങ്ങയൊക്കെ നന്നായി വേവണം. ഉപ്പ് ആവശ്യമായെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെക്കണം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി ഞാനെടുത്ത് കുതിർത്ത് വെച്ചിരുന്നു. ഒരു ചെറിയ നാരങ്ങയേക്കാൾ ഹാഫ് നാരങ്ങയുടെ സൈസിലുള്ള പുളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പുളി ഇട്ടിട്ടൊന്ന് വേവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പൊതുവെ ഇത്തിരി മധുരം കൂടുതലാണ് ഈ ഗൊത്സുവിൽ വേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ഇടണമെന്നുമില്ല. പക്ഷെ പൊതുവെ പൊങ്കൽ വളരെ മൈൽഡ് ആയതുകൊണ്ട് കുറച്ച് ഉപ്പും പുളിയും മധുരവും ഒക്കെ കൂടി കലർന്നാണ് നല്ലത്. നമ്മുടെ ആ പൗഡറൊക്കെ നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ പൗഡറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ആ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ പൗഡർ ഇടേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഈ പൗഡർ എടുത്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും വേറെ ഗൊത്സുവോ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലിട്ട് കൊടുക്കാം. പരിപ്പ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് പരിപ്പും ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ പരിപ്പ് ചേർത്തിട്ടില്ല. ഓൾറെഡി നമ്മുടെ പൊങ്കലിൽ പരിപ്പൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാറായി. അതിനു മുമ്പ് നല്ലോണം കുറച്ച് മല്ലിയുടെ ഇലയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൊത്സും റെഡി. അപ്പം ഇത് കണ്ടോ, ഗൊത്സു ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറച്ച് വാട്ടറി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരുപാട് വാട്ടറി അല്ല. നമ്മുടെ പൊങ്കലും ഗൊത്സും സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. നല്ല ചുടാ പൊങ്കൽ വിത്ത് ഗൊത്സു. അതൊരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് കേട്ടോ. ഞാനതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ നെയ്യിൽ കിടക്കുന്ന കാഷ്യൂനട്ടും കുരുമുളകും പിന്നെ ഈ ഗൊത്സുവിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ വാ എന്താ ടേസ്റ്റ് അറിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ശരവണ ഭവനിലൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ പൊങ്കലും ഗൊത്സുവും ഒക്കെ. അപ്പം ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.